പിന്നീട് കുട്ടികൾക്ക് ഉള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു ടെൻഷനാണ് ഈ ഒരു ക്ലാസ്സുകൾ ഒരു റെഗുലറായിട്ട് പോകുമ്പോൾ അറിയാലോ നമുക്ക് ആ ഒരു ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കുന്ന പോലെ അല്ലല്ലോ, ഡിസ്റ്റൻസ് ആകുമ്പോൾ ഓൺലൈനായിട്ടാണല്ലോ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. ഷിബിൽ പറഞ്ഞത് കറക്റ്റാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ് ഈ ക്ലാസ്സുകളുടെ കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെഗുലർ ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡെയിലി പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഡെയിലി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ് മിസ്സാവുന്ന ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. പക്ഷേ ഈ ഡിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്കതൊരു ആപ്പ് ത്രൂ ആയിരിക്കും. മാക്സിമം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഡിസ്റ്റന്റ് കൊടുക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ആപ്പ് ത്രൂ ആയിരിക്കും സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്പ് ത്രൂ ക്ലാസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവരെപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് കേൾക്കാം. ഇന്ന് പോകുന്ന ക്ലാസ് ഇന്ന് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത് റെക്കോർഡായിട്ട് ആപ്പിൽ ഉണ്ടായിരിക്കും. സോ ഇനി എക്സാമിന്റെ തലേന്ന് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് മുതലുള്ള ക്ലാസ് കേൾക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലർ ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ ഡെയിലി നമ്മൾ അത് പോയി ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം ഒക്കെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റൂളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നും ഡിസ്റ്റൻസിലില്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ കേസിൽ കൺഫ്യൂഷൻ പറയുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ക്ലാസ്സും അവർക്ക് ഇവിടെ മിസ്സായിട്ട് പോവില്ല. എല്ലാ ക്ലാസ്സുകളും അവർക്ക് എക്സാമിൻ്റെ ആ ഒരു ടൈം വരെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ റെഗുലർ ആണെങ്കിൽ നമ്മൾ ഡെയിലി അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് അവിടെ വരുന്നുണ്ട്.